നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ആറ്റുകാൽ അമ്മയുടെ പൊങ്കാലയാണ്. എല്ലാവർക്കും വേണ്ടിയും അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സംയുക്ത നാമസംഖ്യ 6 ഈ 6 വരേണ്ടതിനായിട്ട് ഏതൊക്കെ സംഖ്യകളാണ് വരുന്നത് എന്ന് നോക്കാം. 15, 24, 33, 42, 51, 60, 69, 78, 87, 96, 105. ഈ സംഖ്യകൾ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ നാമം ഇനിഷ്യൽ സഹിതം ഇംഗ്ലീഷിൽ എഴുതിയതിനു ശേഷം അതിനുള്ള പരൽപേർ സംഖ്യകൾ എഴുതി കൂട്ടിക്കിട്ടുന്നതാണ് ഈ 15 മുതൽ പറഞ്ഞ അക്കങ്ങൾ. ഈ 2 അക്കങ്ങളെ കൂട്ടി ഒറ്റ സംഖ്യയാക്കുന്നതാണ് നമ്മളുടെ സംയുക്ത നാമസംഖ്യ. ഇന്ന് സംയുക്ത നാമസംഖ്യയിൽ 6 പറയാൻ പോകുന്നത്. ഈ 6-ൽ 15 വരുമ്പോൾ വശ്യമായ മുഖ സൗകുമാര്യവും വാക്ചാതുര്യവും ഉണ്ടായിരിക്കും. എന്നാൽ തികഞ്ഞ സ്വാർത്ഥമതികളുമായിരിക്കും. ഏത് രൂപത്തിലെങ്കിലും സ്വന്തം കാര്യം ഇവർ നേടിയെടുക്കും. സുഖഭോഗ സമൃദ്ധമായ ജീവിതം നയിക്കും. സംഭാഷണം കൊണ്ടും സമ്പത്തുണ്ടാക്കാവുന്ന തൊഴിലിലായിരിക്കും ഇവർ അധികം പേരും ഏർപ്പെടുന്നത്. അടുത്തത് 24. ഉന്നത പദവിയുള്ള ഉദ്യോഗം വഹിക്കും. വളരെ വേഗം ഉദ്യോഗ കയറ്റങ്ങൾ കരസ്ഥമാക്കും. സൈനിക സേവനമോ നിയമപാലനമോ ആയിരിക്കും ഇവർക്ക് വിധിച്ചിട്ടുള്ള വകുപ്പ്. ഇവരുടെ നിലയേക്കാൾ ഉയർന്ന നിലയിലുള്ള വിവാഹബന്ധത്തിൽ ഇവർ ഏർപ്പെടുന്നതായിരിക്കും. 33. പരാശക്തിയെ ഉപാസിക്കുന്നവരായിരിക്കും. മന്ത്രവാദം, തന്ത്രവിദ്യ മുതലായവയിൽ പ്രാവീണ്യം നേടും. നാൾക്ക് നാൾ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. 42. സാമ്പത്തിക വർധന ഉണ്ടായില്ലെങ്കിലും പദവി ഉയരുന്നതാണ്. ചെലവുകൾ പരിമിതപ്പെടുത്തി പണം സ്വരൂപിക്കുവാൻ ശ്രമിക്കും. മനോബലം ഉള്ളവരായിരിക്കും. സ്വന്തം സുഖത്തിന് മാത്രം പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ യാതൊരു ലോഭവും വിചാരിക്കുകയില്ല. ദൈവാധീനം ഉള്ളവരായിരിക്കും. 51. താഴ്ന്ന നിലയിൽ നിന്നും അതിവേഗം ഉയർച്ചയിൽ എത്തിച്ചേരും. പ്രശസ്തി നേടും. കായിക ശേഷി ഉണ്ടായിരിക്കും. ശത്രുക്കൾ ഉണ്ടാകാം. 60. ശാന്തശീലരായിരിക്കും. അഗാധമായ പാണ്ഡിത്യമുണ്ടായിരിക്കും. മികച്ച കലാഭിരുചി ഉണ്ടായിരിക്കും. കുടുംബജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും. വാദിച്ചു ജയിക്കാനുള്ള വാക്ചാതുര്യം ഉണ്ടായിരിക്കും. സ്വത്തുക്കൾ സമ്പാദിക്കും. സ്വതന്ത്ര ജീവിതം നയിക്കും. 69. സ്വപരിശ്രമം കൊണ്ട് പുരോഗതി പ്രാപിക്കും. വലിയ വ്യവസായി എന്ന നിലയിൽ പ്രസിദ്ധനാകും. കാഴ്ചയിൽ നല്ല ഗാംഭീര്യം തോന്നും. മറ്റുള്ളവർ ഭയഭക്തിയോടുകൂടി വീക്ഷിക്കാൻ ഇടയാകും. മുഴക്കമുള്ള ശബ്ദമായിരിക്കും. ആർഭാടമായ ജീവിതം നയിക്കും. അടുത്തത് 78. മതപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കും. ഉത്തമ ഗുണങ്ങൾ ഉള്ളവരായിരിക്കും. സംഭാഷണ ചതുരരായിരിക്കും. ഗുപ്ത ശാസ്ത്രങ്ങൾ വശമാക്കും. സമ്പാദ്യവും കുറവില്ലാതെ ഉണ്ടായിരിക്കും. 87 അടുത്തത്. ഇവർക്ക് സമ്പത്തുണ്ടാകും. പക്ഷെ നേരായ മാർഗങ്ങളിലൂടെ ആയിരിക്കില്ല. മനതന്ത്രങ്ങൾ വശമാക്കും. 96 അടുത്തത്. വിദ്യാസമ്പന്നതയും ധനസമൃദ്ധിയും ഒരുപോലെ ഇവർക്കുണ്ടാകും. ആകർഷകമായ രൂപ സൗഭാഗ്യം ഉണ്ടായിരിക്കാം. സ്ത്രീകൾ പെട്ടെന്ന് ഇവർക്ക് വിധേയരായി തീരും. എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വിജയമുണ്ടാകും. കലാപാടവവും മനോബലവും ഉണ്ടായിരിക്കും. 105. ഉന്നത വിദ്യാഭ്യാസം നേടി ഉയർന്ന പദവികൾ വഹിക്കും. പണവും പ്രസിദ്ധിയും ഉണ്ടാകും. ഉദാരമതികളായിരിക്കും. എപ്പോഴും തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. സ്നേഹത്തിന് ഇവർ വിധേയരായിത്തീരും. സൗഭാഗ്യപൂർണമായ കുടുംബജീവിതം നയിക്കും. ഇത്രയൊക്കെയാണ് സംയുക്ത നാമസംഖ്യ 6 കുറിച്ച് പറയാനുള്ളത്. കൃത്യമായിട്ട് നിങ്ങളുടെ പേര് എഴുതി പരൽപേർ സംഖ്യ എഴുതി അതൊക്കെ കൂട്ടിക്കിട്ടുന്ന അക്കത്തിനെ വീണ്ടും ഒറ്റ സംഖ്യയാക്കി എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ സംഖ്യയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഇന്നെനിക്ക് ഇത്രയും മാത്രം. നാളെ അടുത്ത വീഡിയോ, അതായത് സംയുക്ത നാമസംഖ്യ 7 വരുന്നവരെ നന്ദി, നമസ്കാരം.